ഹായ് ഫ്രണ്ട്സ്, എഡ്ജ് ഇലവേറ്റിലേക്ക് വീണ്ടും സ്വാഗതം. സ്വാതന്ത്ര്യ സമരത്തിനായുള്ള ബഹുജന മുന്നേറ്റം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ വീണ്ടും കടക്കുകയാണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ തീർച്ചയായും പോയി കാണണം. ആ ഒരു പാർട്ടിൽ മെയിനായിട്ട് ആ 3 സത്യാഗ്രഹവും മാത്രമാണ് പറയുന്നത്, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ. ഇനി നമ്മൾ ഒന്നാം ലോക യുദ്ധവും ഇന്ത്യയും എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൽ ഒന്നാം ലോക യുദ്ധം അത് ഏത് കാലയളവിലാണ് നടക്കുന്നത്? 1914 മുതൽ 1918 വരെ. ഒന്നാം ലോക യുദ്ധം ഇന്ത്യയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് നമുക്ക് നോക്കാം. യുദ്ധത്തിൻ്റെ പേരിൽ ജനങ്ങളുടെ മേൽ അധിക നികുതി ചുമത്തപ്പെട്ടു. സൈനികരുടെ ആവശ്യത്തിനായി വൻതോതിൽ ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തത് ഭക്ഷ്യക്ഷാമത്തിന് ഇടയാക്കി. അക്കാലത്തെ വിളനാശവും പകർച്ചവ്യാധികളും സ്ഥിതി കൂടുതൽ ദുരിതപൂർണമാക്കി. നിരവധി പേർ ക്ഷാമം മൂലം മരണപ്പെട്ടു. അപ്പോൾ ഈ ഒരു 3നെയും നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കാം. ഇതിൻ്റെ നമ്മുടെ ഒന്നാം ലോക യുദ്ധത്തിൻ്റെ പരിണത ഫലങ്ങൾ എന്തെന്നൊക്കെയെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പോയിന്റ് അധിക നികുതിയാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ധാന്യങ്ങൾ കയറ്റുമതി ചെയ്തപ്പോൾ ഉണ്ടായ ഭക്ഷ്യക്ഷാമം. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിളനാശവും പകർച്ചവ്യാധികളുമാണ്. ഓക്കെ, ഈ പശ്ചാത്തലത്തിലായിരുന്നു ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിയത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ഹെഡിങ് നോക്കൂ. അടിച്ചമർത്തലുകൾക്കെതിരായ പോരാട്ടം. ഓക്കെ, ഒന്നാം ലോക യുദ്ധാനന്തരം ശക്തി പ്രാപിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്താനായി ബ്രിട്ടീഷ് ഭരണകൂടം ചില നടപടികൾ സ്വീകരിച്ചു. ഇതിൻ്റെ ഭാഗമായി 1919 റൗലറ്റ് നിയമം നടപ്പിലാക്കി. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാനുള്ളത് വർഷവും ആ ഒരു നിയമവുമാണ്. 1919 റൗലറ്റ് നിയമം നടപ്പിലാക്കുവാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു ചോദ്യം ഞാൻ തരാം. ഈ ഒരു കമ്മിറ്റിയിലെ റൗലറ്റ് കമ്മിറ്റി, ആ ഒരു കമ്മിറ്റിയുടെ തലവൻ ആരാണ്? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത ഗാന്ധിജി ഈ ഒരു നിയമത്തിനെ കരി നിയമം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നോട്ട് ചെയ്യണം കേട്ടോ. ഇനി ഈ നിയമപ്രകാരം എന്താണ് സംഭവിച്ചത്? ഈ നിയമപ്രകാരം വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിചാരണ കൂടാതെ ആരെയും ജയിലിൽ അടയ്ക്കാം. അപ്പോൾ 2 പോയിന്റുകൾ നോക്കുക. ബ്ലൂ ഡോട്ട്സ് ഇട്ടിരിക്കുന്ന വാറന്റ് ഇല്ലാതെ ആരെയും അറസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ പോയിന്റ് വിചാരണ കൂടാതെ ആരെയും ജയിലടയ്ക്കാം. ഇനി അടുത്തത് പൗരാവകാശങ്ങളെ തടയുന്ന ഈ നിയമത്തിനെതിരെ 1919 ഏപ്രിൽ 6-ന് ഗാന്ധിജി ഒരു ദേശീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇതിൻ്റെ പ്രചരണത്തിനായി സത്യാഗ്രഹ സഭ രൂപീകരിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു ഡേറ്റ് നോക്കൂ. 1919 ഏപ്രിൽ 6-ന് ഗാന്ധിജി എന്താണ് ആഹ്വാനം ചെയ്തത്? ദേശീയ ഹർത്താൽ ആഹ്വാനം ചെയ്തു. ഇതിൻ്റെ പ്രചാരത്തിനായി എന്താണ് രൂപീകരിച്ചത്? സത്യാഗ്രഹ സഭയാണ് രൂപീകരിച്ചത്. ഹർത്താലിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഈ ദേശീയ ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ഈ ഒരു വിശേഷണം നോക്കൂ. ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്താണ്? ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ് ഇതിനെ ഈ ഒരു ഹർത്താലിനെ വിശേഷിപ്പിച്ചത്? ഗാന്ധിജി. പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗലറ്റ് നിയമത്തിനെതിരായ സമരം വളരെ ശക്തമായിരുന്നു. എവിടെയൊക്കെയാണ് ഈ റൗലറ്റ് നിയമം ശക്തമായത്? പഞ്ചാബ്, ലാഹോർ. എവിടെയൊക്കെയാണ്? പഞ്ചാബ്, ലാഹോർ. പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലു എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അപ്പോൾ ഈ ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ആരെയൊക്കെയാണ് ജയിലിലടച്ചത്? പഞ്ചാബിലെ ജനകീയ നേതാക്കളായ ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ലുവും. ഇനി അടുത്തത് അമൃത്സറിലെ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി ഇതിനോടനുബന്ധിച്ച് എന്താണ് വന്നത്? പട്ടാള നിയമം അമൃത്സറിൽ പ്രഖ്യാപിച്ചു. നേതാക്കളുടെ അറസ്റ്റിൽ പ്രതിഷേധിക്കാൻ 1919 ഏപ്രിൽ 13-ന് അമൃത്സറിലെ ജാലിയൻവാല ബാഗ് മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ എത്തിയവർക്ക് നേരെ സൈനിക ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയറിൻ്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം വെടിവെയ്പ്പ് നടത്തി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ഡേറ്റ് വന്നിട്ടുണ്ട്. അടുത്ത ഒരു ജാലിയൻവാല ബാഗിനെ പറ്റിയാണ് പറയുന്നത്. അത് ഇനി അവിടുത്തെ വെടിവയ്പ്പ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രതിഷേധം, ഈ നമ്മുടെ റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രതിഷേധം
ഉണ്ടായി. അത് അമൃത്സറിലാണ്, ജാലിയൻവാല ബാഗ് മൈതാനത്താണ് നടന്നത്. വർഷം എന്ന് പറയുന്നത് 1919 ഏപ്രിൽ 13-നാണ്. ഈ ഒരു പൊതുയോഗത്തിൽ എത്തിയവർക്ക് എല്ലാവർക്കും എതിരെ സൈനിക ഉദ്യോഗസ്ഥനായ ആരാണ്? ജനറൽ റെജിനാൾഡ് ഡയർ. ഇദ്ദേഹത്തിൻ്റെ ഉത്തരവ് പ്രകാരം ബ്രിട്ടീഷ് പട്ടാളം വെടിവയ്പ് നടത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ആ ഒരു സ്ഥലം, ഡേറ്റ്, ആ മൈതാനം, പിന്നെ വെടി ഉയർത്താൻ ഉത്തരവിട്ട ഉദ്യോഗസ്ഥനായ ജനറൽ റെജിനാൾഡ് ഡയർ. റെപ്പറ്റീഷൻ നമുക്ക് വളരെ നല്ലതാണ്. റെപ്പറ്റേറ്റ് ചെയ്ത് പഠിക്കും തോറും നമ്മുടെ മനസ്സിൽ നല്ല രീതിയിൽ ഇരിക്കും. ഇനി നമ്മൾ വീണ്ടും ഇതുപോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യുമ്പോൾ ആ നമ്മൾ വായിക്കുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ഉത്തരങ്ങൾ അങ്ങ് താനെ വരും. അപ്പോൾ റെപ്പറ്റീഷൻ വളരെ നല്ലതാണ്. റെപ്പറ്റേറ്റ് ചെയ്യുന്നിടത്തോളം നമുക്ക് ഓർമ്മ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ വീണ്ടും വീണ്ടും റെപ്പറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതിലോട്ട് പോകാം. ഓക്കെ, ഒരൊറ്റ പ്രവേശന കവാടം മാത്രമേ മൈതാനത്തിന് ഉണ്ടായിരുന്നുള്ളൂ. മൈതാനത്തിൻ്റെ സവിശേഷതയാണ് മുന്നറിയിപ്പ് നൽകാതെയായിരുന്നു വെടിവയ്പ് നടന്നത്. 10 മിനിറ്റ് നേരം തുടർന്ന് വെടിവയ്പിൽ സർക്കാർ രേഖ പ്രകാരം 379 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കൊല്ലപ്പെട്ട എണ്ണങ്ങൾ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ 379 എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടവർ ഇതിലും വളരെ കൂടുതലായിരുന്നു. 1000-ലധികം പേർ പരിക്കേറ്റു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നതിലേക്ക് പോവുകയാണ്. ഇവിടെയും ആ ഒരു ഹണ്ടർ കമ്മീഷൻ എടുത്തിരിക്കുന്നത് ഏത് ബുക്കിൽ നിന്നാണ്? ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി. നോട്ട് ചെയ്യണം. അതോടൊപ്പം അത് എഴുതിയിരിക്കുന്നത് ലൂയിസ് ഫിഷർ ആണ്. അപ്പം നമ്മൾ 2 തവണ നോക്കി, ഇപ്പം നമുക്ക് ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. ഓക്കെ, ഹണ്ടർ കമ്മീഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ജാലിയൻവാല ബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനായിരുന്നു ഹണ്ടർ കമ്മീഷൻ. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഹണ്ടർ കമ്മീഷൻ നിയമിച്ചത്? ജാലിയൻവാല ബാഗ് ഉൾപ്പെടെയുള്ള സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണിത്. ഹണ്ടർ കമ്മീഷന് മുമ്പാകെ ഹാജരായ ജനറൽ ഡയറിനോട് കമ്മീഷൻ ചോദിച്ച ചില ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് പിന്നാലെ വായിച്ച് നോക്കാം, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, ഇനി അടുത്തത് ബഹുജന സമരത്തിലേക്ക് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ റിവൈസ് ചെയ്യണം. നമ്മൾ നോക്കിയത് റൗലറ്റ് നിയമത്തിനെ പറ്റിയാണ്. ആ നിയമം നടപ്പിലാക്കിയത് 1919-ലാണ്. അതോടൊപ്പം തന്നെ ഗാന്ധിജി ഇതുമായി ബന്ധപ്പെട്ട് ഹർത്താൽ ആഹ്വാനം ചെയ്തത് ഏത് വർഷമാണ്? 1919 ഏപ്രിൽ 6-നാണ്. പിന്നെ ഇതിൻ്റെ പ്രചാരണത്തിനായി സത്യാഗ്രഹ സഭ രൂപീകരിച്ചു. അതോടൊപ്പം ഇതിനെ നമ്മൾ വേറൊരു ഗാന്ധിജി വിശേഷിപ്പിച്ചൊരു ഈ ഒരു ഹർത്താലിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തെന്നാണ്? ഏറ്റവും വിസ്മയാവഹമായ കാഴ്ച എന്നാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചാബ്, ലാഹോർ എന്നിവിടങ്ങളിൽ റൗലറ്റ് നിയമത്തിനെതിരെ സമരം വളരെ ശക്തമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ 2 പേരെയാണ് നമ്മളെ ജയിലിൽ അടച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ജയിലിൽ അടച്ച 2 പേരെന്ന് പറയുന്നത് ഡോക്ടർ സത്യപാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലുമാണ്. പിന്നെ ഇതിൻ്റെ പരിണതഫലമായി അമൃത്സറിൽ എന്തുണ്ടായി? പട്ടാള നിയമം പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇനി അടുത്തത് ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ഇവർ 2 പേരെയും ജയിലിൽ അടച്ചതിൻ്റെ ഫലമായിട്ട് ആൾക്കാർ എന്ത് ചെയ്തു? നേതാക്കളുടെ അറസ്റ്റിൽ നിഷേധിക്കാൻ ഏത് വർഷം? 1919, ഡേറ്റ് ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13-ന് എവിടെ വെച്ചാണ്? അമൃത്സറിലെ ജാലിയൻവാല ബാഗ് മൈതാനത്തിലാണ് ഇവർ പൊതുയോഗം കൂടിയെന്നാണ് പറയുന്നത്. ഇവർക്കെതിരെ ആരാണ് വെടി ഉയർത്താൻ ഉത്തരവിട്ടത്? ജനറൽ റെജിനാൾഡ് ഡയറാണ്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കിയത് ഹണ്ടർ കമ്മീഷനാണ്. ജാലിയൻവാല ബാഗുമായി ബന്ധപ്പെട്ടുള്ള സംഭവത്തിന് അനുസൃതമായി അതിൻ്റെ അന്വേഷണം നടത്താൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണിത് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ഒരു സെക്ഷനിലേക്ക് പോകാം. നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. ബഹുജന സമരത്തിലേക്ക്. റൗലറ്റ് നിയമത്തിനെതിരായ സമരം സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. എന്നാൽ അത് പ്രധാനമായും നഗരമേഖലകളിൽ ആയിരുന്നു. എവിടെയായിരുന്നു അത്? നഗരമേഖലകളിലായിരുന്നു ശക്തിയാർജിച്ചത്. ഗ്രാമീണ മേഖലകളിലേക്കും സമരം വ്യാപിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടിരുന്നു. ഇത് പ്രായോഗികമാക്കാൻ ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. വലിയ നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിലും ഇതിൻ്റെ ആ ഒരു സമരത്തിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം കുറിച്ചുള്ള കാര്യങ്ങൾ ഗ്രാമങ്ങളിലേക്കും എത്തിക്കണമെന്ന് ഗാന്ധിജിക്ക് ബോധ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് എന്താണ്?
പ്രായോഗികമാകാൻ വേണ്ടി ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തണമെന്ന് ഗാന്ധിജി മനസ്സിലാക്കി. ഈ ലക്ഷ്യത്തോടെ ഗാന്ധിജി ഖിലാഫത്ത് പ്രശ്നം ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമായിരുന്നു ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത്. ഇനി അടുത്ത ഒരു പ്രസ്ഥാനം വരികയാണ്, ഖിലാഫത്ത് പ്രസ്ഥാനം. അതിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? രണ്ട് സഹോദരന്മാരായ മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ്. ആരാണ്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ഓക്കെ, ഇനി അടുത്ത ഒരു ബോക്സിലേക്ക് പോകാം. ഖിലാഫത്ത്. ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെവ്രസ് ഉടമ്പടി. അപ്പോൾ ഇവിടെ ഒരു ഉടമ്പടി വരുന്നുണ്ട്, ഉടമ്പടി ഓർമ്മിച്ചിരിക്കണം. ഒന്നാം ലോക യുദ്ധത്തിലെ വിജയികൾ പരാജയപ്പെട്ട തുർക്കിയുമായി സെവ്രസ് ഉടമ്പടി ഒപ്പുവെച്ചു എന്നാണ് പറയുന്നത്. ഇത് പ്രകാരം തുർക്കി ഭരണാധികാരിയും ഇസ്ലാമിക ലോകത്തിന്റെ ആത്മീയ നേതാവുമായി കണക്കാക്കിയിരുന്ന ഖലീഫയുടെ പല അധികാരങ്ങളും ഇല്ലാതായി എന്നാണ് പറയുന്നത്. ഖലീഫയുടെ അധികാരങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് കഴിഞ്ഞു. ഇനി അടുത്ത ഒരു പോയിന്റിലേക്ക് പോവുകയാണ്, നിസ്സഹകരണത്തിലൂടെ ഒരു പോരാട്ടം. ഓക്കെ, നിസ്സഹകരണ സമരം സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, ഖിലാഫത്ത് കമ്മിറ്റിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ അക്രമരഹിതമായ ഒരു നിസ്സഹകരണ സമരം ആരംഭിച്ചു. ഇനി നിസ്സഹകരണ സമരത്തിൻ്റെ രീതികളാണ് താഴെ ഓരോ പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഓരോന്നുമായിട്ട് നോക്കാം. ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക. രണ്ടാമത്തെ പോയിന്റ്, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക. മൂന്നാമത്തെ പോയിന്റ്, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. നിയമനിർമ്മാണ സഭകൾ. അടുത്ത പോയിന്റ്, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. ആ പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പോൾ നിസ്സഹകരണ സമര രീതികൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, ബ്രിട്ടീഷ് ഭരണകൂടം നൽകിയ പദവികൾ തിരിച്ചു നൽകുക. രണ്ടാമത്തെ പോയിന്റ്, സർക്കാർ ഉദ്യോഗങ്ങൾ രാജിവെക്കുക. മൂന്നാമത്തത്, അഭിഭാഷകർ കോടതികൾ ബഹിഷ്കരിക്കുക. നാലാമതായി, വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക. അടുത്തത് അഞ്ചാമതായി, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക. അടുത്ത 6, നിയമനിർമ്മാണ സഭകൾ ബഹിഷ്കരിക്കുക. ഇത് ഇത്രയാണ് നമ്മുടെ നിസ്സഹകരണ സമരത്തിൻ്റെ രീതികളെന്ന് പറയുന്നത്. ഇനി അടുത്തതായി, സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയും സമരകാലത്തെ പരിപാടികളായിരുന്നു. മറ്റു കാര്യങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കുന്നതോടൊപ്പം ചില കാര്യങ്ങൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്? സാമുദായിക സൗഹാർദ്ദം ശക്തിപ്പെടുത്തുക, സ്വദേശി വസ്തുക്കൾ ഉപയോഗിക്കുക, ഖാദി പ്രചരിപ്പിക്കുക, ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ് സമരകാലത്തെ പരിപാടികളായിരുന്നത്. ഓക്കെ, ഇനി അടുത്തത്, നിസ്സഹകരണ സമരത്തിൻ്റെ സന്ദേശവുമായി ഗാന്ധിജിയും അലി സഹോദരന്മാരും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തുകയും ജനങ്ങളെ നേരിൽ കാണുകയും ചെയ്തു. ഈ സന്ദർശനങ്ങൾ സ്വാതന്ത്ര്യ സമരം സാധാരണക്കാരുടേത് കൂടിയാണെന്ന തിരിച്ചറിവ് ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് സഹായകമായി. ഗ്രാമനഗര മേഖലകളിൽ സമരം ഒരുപോലെ ശക്തമായിരുന്നു. ഈ സമരത്തിൽ സമൂഹത്തിലെ വിവിധ വിഭാഗം ജനങ്ങളുടെ പങ്കാളിത്തം എങ്ങനെ ആയിരുന്നു? അപ്പോൾ അത് ഓരോ പോയിൻ്റായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന പോയിൻ്റ് ആദ്യത്തിൽ സ്ത്രീകളാണ്. സ്ത്രീകൾക്ക് എങ്ങനെയാണ് പങ്കാളിത്തം കൊടുത്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, വിദേശ വസ്തുക്കളുടെ ബഹിഷ്കരണം, വിദേശ തുണിത്തരങ്ങൾ ശേഖരിച്ച് കത്തിക്കൽ തുടങ്ങിയ സമരരീതികൾ സ്ത്രീകൾ പങ്കാളികളായി എന്നാണ് പറയുന്നത്. ഇനി തൊഴിലാളികൾ എങ്ങനെയാണ് പങ്കാളികളായത് ഈ നിസ്സഹകരണ സമരത്തിൽ? നിസ്സഹകരണ സമരത്തോട് തൊഴിലാളികളുടെ പ്രതികരണവും സജീവമായിരുന്നു. മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാട്ടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കി സമരത്തോട് സഹകരിച്ചു. ഈ തൊഴിലാളികൾ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ നിസ്സഹകരണ സമരവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാർ, അതായത് തൊഴിലാളികൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പണിമുടക്കൽ സമരം സഹകരിച്ചതെന്ന് നോക്കുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ്
ബക്കിംഗ്ഹാം കർണാടിക് തുണിമിൽ തൊഴിലാളികൾ, പിന്നെ അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ റെയിൽവേ തൊഴിലാളികൾ. ഏതൊക്കെ സ്ഥാപനങ്ങളിലുള്ള തൊഴിലാളികളൊക്കെയാണ്? ഇവിടെയൊക്കെ ബ്രിട്ടീഷ് സ്വാധീനം ഉണ്ടായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മദ്രാസിലെ ബക്കിംഗ്ഹാം കർണാടിക് തുണിമിൽ തൊഴിലാളികൾ, അസമിലെ തോട്ടം തൊഴിലാളികൾ, അസം ബംഗാൾ തൊഴിലാളികൾ. ഓക്കെ, റെയിൽവേ തൊഴിലാളികൾ. ഇനി അടുത്ത വിദ്യാർത്ഥികൾ എങ്ങനെയാണ് ഇതുമായി സഹകരിച്ചത്, അല്ലെങ്കിൽ സമരത്തോട് സഹകരിച്ചത് എങ്ങനെയാണ്? ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളും കോളേജുകളും ബഹിഷ്കരിച്ചു. അവർ ദേശീയ വിദ്യാലയങ്ങളിൽ ചേർന്ന് പഠനം തുടർന്നു. ബനാറസിലെ കാശ്യ വിദ്യാപീഠം. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കണം. ആ സമരത്തെ ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ: ബനാറസിലെ കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, അലിഗറിലെ ജാമിയ മിലിയ ഇസ്ലാമിയ. ഇതൊക്കെയാണ് അന്ന് ആരംഭിച്ച ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇനി അടുത്ത ഗോത്ര ജനത എങ്ങനെയാണ് ഈ സമരവുമായി സഹകരിച്ചതെന്ന് നോക്കാം. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഗോത്ര ജനത സമരത്തിൽ പങ്കാളികളായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് സമയത്ത് ആ കാലഘട്ടത്തിൽ വനത്തിൽ നിന്നും പല സ്രോതസ്സുകളും ശേഖരിച്ചിരുന്ന ഗോത്ര ജനതയെ ഒരുപാട് വിലക്കുകൾ ബ്രിട്ടീഷുകാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ സമരമായപ്പോൾ ഇവരെങ്ങനെയാണ് സമരത്തിൽ സഹകരിച്ചത്, സമരത്തിൽ പങ്കാളികളായെന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വന നിയമങ്ങൾ ലംഘിക്കുകയാണ് ഉണ്ടായെന്നാണ് പറയുന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് ഈ നിയമങ്ങൾ തടസ്സമായിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കർഷകർ. ധാരാളം കർഷകർ സമരത്തിൽ പങ്കാളികളായി. ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭ രൂപീകരിച്ചു. അപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് ബഹിഷ്കരണം അഥവാ നിസ്സഹരണ സമരവുമായി ബന്ധപ്പെട്ട് ജവഹർലാൽ നെഹ്റു രൂപീകരിച്ച അല്ലെങ്കിൽ നേതൃത്വം നൽകിയ ഒരു സഭ ഏതെന്ന് ചോദിച്ചാൽ അവധ് കിസാൻ സഭ എന്നതാണ്. ഇക്കാലത്തായിരുന്നു ബംഗാളിലെ കാർഷിക മേഖലയിൽ ചണം കൃഷി ബഹിഷ്കരണ സമരം നടന്നു എന്നാണ് പറയുന്നത്. ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനായിരുന്നു തീരുമാനം. ഭക്ഷ്യധാന്യ വിളകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പോയിന്റിൽ നോക്കിയത് സ്ത്രീകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, ഗോത്രജനത, കർഷകർ എന്നിവർ എങ്ങനെയാണ് നിസ്സഹരണ സമരത്തെ സ്വാധീനിച്ചത് അഥവാ ആ സമരം സഹകരിച്ചത് എങ്ങനെയാണ് എന്നുള്ള രീതികളാണ് നോക്കിയത്. സ്ത്രീകൾ എങ്ങനെ, അതുപോലെ തൊഴിലാളികൾ പല രീതിയിൽ പണിമുടക്ക് ഏർപ്പെടുത്തി. തന്നെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു? വിദേശ സ്ഥാപനങ്ങൾ ഉപേക്ഷിച്ച് എന്ത് ചെയ്തു? ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കൂടുതൽ ആശ്രയിച്ചത്. പിന്നെ ഗോത്രജനത വന നിയമങ്ങൾ ലംഘിച്ചു. കർഷകർ എന്ത് ചെയ്യുന്നു വെച്ചാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ അവധ് കിസാൻ സഭയുടെ ഭാഗമായി. പിന്നെ അതോടൊപ്പം തന്നെ ചണം കൃഷിക്ക് പകരം അവർ ഭക്ഷ്യധാന്യ വിളകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിൽ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ചണത്തിൻ്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥതയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക എന്നതാണ്. അടുത്തത്, നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക. മൂന്നാമത്തെ പോയിന്റ്, പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. പല കാര്യങ്ങളും പല സംഭവങ്ങളും ഈ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് ബഹിഷ്കരിച്ചതോടൊപ്പം നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് എങ്ങനെ അതിജീവിക്കാം, ആ ബഹിഷ്കരണത്തോട് നമ്മൾ യോജിച്ച് നിന്ന് നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് എങ്ങനെയെല്ലാം സ്രോതസ്സ് കണ്ടെത്താം എന്നുള്ള രീതിയിൽ ബ്രിട്ടീഷുകാരെ കാണിച്ചു കൊടുക്കുകയാണ് ഇന്ത്യയിലുള്ളവരെന്ന് പറയുന്നത്. അപ്പോൾ ചണത്തിന് പകരം നെല്ലും പരുത്തിയും കൃഷി ചെയ്യാനുള്ള തീരുമാനത്തിന് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചണത്തിൻ്റെ ലഭ്യത ഇല്ലാതാക്കി ബ്രിട്ടീഷ് ഉടമസ്ഥയിലുള്ള ചണമില്ലുകളെ പൂട്ടിക്കുക, നെൽകൃഷി വ്യാപിപ്പിച്ച് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുക, പരുത്തി ലഭ്യമാക്കുക വഴി നെയ്ത്ത് ജോലിയും ഖാദി ഉപയോഗവും വർദ്ധിപ്പിക്കുക. ഇനി അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. നിസ്സഹകരണ സമരം നടന്നുകൊണ്ടിരിക്കെ 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായി. അപ്പോൾ ഇവിടെ സംഘർഷമുണ്ടായ ആ ഒരു ഡേറ്റ് നോക്കി വെച്ചിരിക്കുക. 1922 ഫെബ്രുവരി 5. ഏതാണ് സ്ഥലം? ഉത്തർപ്രദേശിലെ എവിടെയാണ്? ചൗരി ചൗരയിലാണ്. ഓക്കെ, ചൗരി ചൗരയിലെ ഗോരഖ്പൂർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഗോരഖ്പൂരിലാണ്.
പ്രകോപിതരായ ജനക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ തീ വെച്ചു. ഇതിനെ തുടർന്ന് 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. സമരം അഹിംസാ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതായി മനസ്സിലാക്കിയ ഗാന്ധിജി സമരം പിൻവലിക്കുകയുണ്ടായി. ഈ തീരുമാനം മറ്റ് നേതാക്കളെ അമ്പരപ്പിച്ചു. ഗാന്ധിജി കടുത്ത വിമർശനങ്ങൾക്ക് വിധേയനായി. സുഭാഷ് ചന്ദ്രബോസ് ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. ഗാന്ധിജി നിസ്സഹരണ സമരം ഈ പോലീസ് ഉദ്യോഗസ്ഥരെ നാട്ടുകാരെ കൊലപ്പെടുത്തിയതോടുകൂടി സ്റ്റേഷനിൽ തീ വെച്ച് കൊലപ്പെടുത്തിയതോടുകൂടി ഈ ഒരു സമര നീക്കം നിർത്തുകയാണ് ഉണ്ടായത്. അതിനെ തുടർന്ന് സുഭാഷ് ചന്ദ്രബോസ് ഈ തീരുമാനത്തെ ദേശീയ ദുരന്തം എന്നാണ് വിശേഷിപ്പിച്ചത്. ഇനി അടുത്ത നമ്മുടെ ഈ ബോക്സിൽ കിടക്കുന്ന ചിരാല പെരാല എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് പോകാം. അതിന് തൊട്ട് മുന്നേ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അത് പിന്നീട് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും വിചാരണയ്ക്ക് ശേഷം 6 വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. ഈ വിചാരണയെക്കുറിച്ചാണ് പാഠഭാഗത്തിന്റെ ആരംഭത്തിൽ നിങ്ങൾ വായിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവത്തെ തുടർന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് മനസ്സിലായല്ലോ. ആ ഡേറ്റ് നോക്കണം. 1922 ഫെബ്രുവരി 5-ന് ഉത്തർപ്രദേശിലെ ചൗരി ചൗരയിൽ വെച്ചാണ്. എന്താണ് സംഭവിച്ചത്? പോലീസ് സ്റ്റേഷനിൽ ജനക്കൂട്ടങ്ങൾ തീയിടുകയും അതോടൊപ്പം തന്നെ 22 പോലീസുകാർ കൊല്ലപ്പെടുകയുണ്ടായി. ഇതിനെ തുടർന്ന് അഹിംസാ മാർഗത്തിൽ വ്യതിചലിച്ചു പോയെന്ന് ജനങ്ങളെപ്പറ്റി ഗാന്ധിജിക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഈ ഒരു സമരരീതി മാറ്റിവെച്ച് നിർത്തലാക്കി, അതായത് പിൻവലിക്കുകയുണ്ടായി. ഇതിനെ സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ദുരന്തമെന്ന് പറഞ്ഞു. ഇതിനെ തുടർന്ന് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് 6 വർഷം തടവിലാക്കി ശിക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചിരാല പെരാല. നിസ്സഹരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്ന ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പെരാല. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെന്റ് നീക്കം തുടങ്ങിയിരുന്നു. ഇത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ ഇടയാക്കുമായിരുന്നു. ഇതിനെതിരെ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 10,000-ഓളം വരുന്ന ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലം അവർ മറ്റൊരിടത്താണ് കഴിഞ്ഞത്. അപ്പോൾ ഈ ചിരാല പെരാല എന്ന് പറയുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ സംഭവമല്ല, ഇതൊരു നഗരത്തിൻ്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ നഗരത്തിൽ നടന്ന ഒരു പ്രത്യേക സംഭവത്തിനെ പറ്റിയാണ് പറയുന്നത്. നിസ്സഹരണ സമരത്തോടുമായി ബന്ധപ്പെട്ട് ആന്ധ്രയിൽ, അപ്പോൾ ഈ ചിരാല പെരാല കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരേണ്ട ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു സ്ഥലമാണ് ആന്ധ്രയിലെ ഗുണ്ടൂർ ജില്ല എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു ജില്ല അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം എന്താക്കി മാറ്റാനാണ് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചത്? ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാക്കി ഉയർത്താൻ തീരുമാനിച്ചു. ഇതവിടെ എന്തിന് കാരണമാകും? നികുതി ഭാരം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ കാരണമാകുമെന്നാണ് മനസ്സിലാക്കിയത് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞത്. അതോടുകൂടി അവിടെ ഒരു മെയിൻ ആളായിട്ട് ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 10,000-ഓളം ജനങ്ങൾ ചേർന്ന് നികുതി നിഷേധ സമരം നടത്തി എന്നാണ് പറയുന്നത്. അതിനെ തുടർന്ന് ഇവരെന്ത് ചെയ്തു? നഗരം ഒഴിഞ്ഞുപോയി. 11 മാസക്കാലം അവർ മറ്റൊരിടത്ത് താമസിച്ചു എന്നാണ് പറയുന്നത്. ഈ ഒരു സംഭവം എടുത്തിരിക്കുന്നത് നമ്മൾ മറക്കരുത്, ഏത് ബുക്കിൽ നിന്നാണ്? മോഡേൺ ഇന്ത്യ 1885-1947. മോഡേൺ ഇന്ത്യ 1885 1947. ഓക്കെ, അത് സുമിത് സർക്കാരാണ് എഴുതിയത്. ഓക്കെ, ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അത് പോരാട്ടം നിയമനിർമ്മാണ സഭകളിൽ. ഓക്കെ, ഓരോ പോയിന്റ് പോലെ ഞാൻ പറയാം. നിസ്സഹരണ സമരകാലത്ത് തിരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും ബഹിഷ്കരിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഓരോ ബഹിഷ്കരണവും നമ്മൾ നേരത്തെ നോക്കിയായിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ഈ കാലഘട്ടത്ത് എന്തൊക്കെ സംഭവിച്ചു? സമരകാലത്ത് തിരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളും വരെയും ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായ CR ദാസ്, മോത്തിലാൽ നെഹ്റു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ 1923 സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ ഇവിടെ ഒരു പാർട്ടി രൂപീകരിക്കുകയാണ്. ആ പാർട്ടിയുടെ പേരാണ് സ്വരാജ് പാർട്ടി. അതിൽ നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. CR ദാസ്, പിന്നെ ആരാണ്? മോത്തിലാൽ നെഹ്റു. ഇത് ഏത് വർഷമാണ്?
രൂപീകരണം ആരംഭിച്ചത് 1923-ലാണ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് പോകാം. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഓക്കെ, നിയമനിർമ്മാണ സഭ വേണമെന്നാണ് എന്ത് ചെയ്തത്? ഇത് നമ്മളെ ബഹിഷ്കരിച്ചുകൊണ്ട് നമുക്ക് ഒന്നും ഒരു പോരാട്ടത്തിനായി ഒരു പ്രത്യേക സ്ഥലമില്ല. അപ്പം നമുക്ക് പ്രത്യേക ഒരു സ്ഥാനം അല്ലെങ്കിൽ ഒരു വേദി വേണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞത്. ഇതിനായി അവർ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിച്ചു. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്ന് കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്വരാജ് പാർട്ടി രൂപീകരണം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇപ്പോൾ ബഹിഷ്കരണത്തിൽ മിക്ക സ്ഥാപനങ്ങളും മിക്ക കേന്ദ്രങ്ങളും ബഹിഷ്കരിച്ചു. അപ്പോൾ ഇവിടെ മോത്തിലാൽ നെഹ്റുവും CR ദാസും ഒരു പാർട്ടി രൂപീകരിച്ചുകൊണ്ട് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭകളെ പോരാട്ടത്തിനുള്ള വേദിയാക്കി മാറ്റുക എന്നതായിരുന്നു. അതിനുവേണ്ടി അവർ നിർമ്മാണ സഭയിൽ അംഗത്വം നേടി സർക്കാരിനെ വിമർശിച്ചു എന്നാണ് പറയുന്നത്. അവരെ നേരിട്ട് ചെന്ന് വിമർശിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് രീതിയിൽ വിമർശനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്ന് കാണിക്കാൻ സ്വരാജ് പാർട്ടിക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ തൽക്കാലം നമ്മൾ പറഞ്ഞു നിർത്തുകയാണ്. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്നത് തുടരുന്ന ജനകീയ സമരങ്ങൾ എന്ന് പറയുന്ന തലക്കെട്ടോടു കൂടിയാണ്. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അത്യാവശ്യം എക്സ്പ്ലനേഷനും റെപ്പറ്റീഷനൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള എല്ലാ SCERT ചാപ്റ്ററിൻ്റെയും എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വരുന്നതാണ്. പിന്നെ ഇതിന് മുമ്പുള്ള ഫസ്റ്റ് വീഡിയോ നിങ്ങൾ ആരും കാണാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷൻ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ അറിയിക്കാൻ വേണ്ടി കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ നിങ്ങളാരും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. അപ്പോൾ അതുവരേക്കും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ഗുഡ് ബൈ. ഹാപ്പി ലേണിംഗ്.